അകത്ത് കയറ്റുന്നു, ചോദ്യം ചെയ്യുന്നു, അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. 2-3 പോലീസുകാരെ അടക്കം കുട്ടികളെ, ചിരിച്ചേ കുട്ടികളെ, 15 വയസ്സുണ്ടെങ്കിലും അതിൻ്റെതായിട്ട് പക്വതയോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല, ആരോഗ്യമൊന്നുമില്ല. അപ്പം ആ കുട്ടികളെ ഇവർ പിടിച്ച് 2 പോലീസുകാർ തമ്മിൽ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് അടുത്ത റൂമിലോട്ട് കൊണ്ടുപോകുന്നു. അവിടെ ചോദിക്കുന്നു, ഇപ്പുറത്തെ റൂമിൽ. അപ്പോൾ അവിടെ എല്ലാം ഡോർ അടച്ചിട്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ സമയങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാമന് റോഡിൽ നിന്ന് ഒരു മാമൻ വന്ന് ഞങ്ങളോട് ഫോണിൽ കാണിക്കും. എൻ്റെ ഈ ഫോണൊന്നും ഇല്ല. ആ മാമൻ എന്നെ ഫോണിൽ കൊണ്ടുവന്ന് കാണിച്ചു, മോളെ ഇതിനകത്ത് പറയുന്ന കേസാണോ ഇവിടെ നടക്കുന്നത്? കാരണം അന്നത്തെ ദിവസം ആ സ്റ്റേഷനിൽ മറ്റു കേസുകളൊന്നും എടുക്കുന്നില്ല. വരുന്നവരെ എല്ലാം പറഞ്ഞു വിടുക, നാളെ വാന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഇതാണോ മോളെ എന്ന് ചോദിച്ചപ്പം പ്രായപൂർത്തിയാകാത്ത 6 പേര് പ്രതികൾ, അവരെ കസ്റ്റഡിയിൽ പോലീസ് എടുത്തു എന്ന് പറഞ്ഞപ്പം ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് മാനസികമായിട്ട് വിഷമമായി. അങ്ങനെ ഞാൻ ചെന്ന് ഒരു പോലീസുകാരൻ്റെ നേരെ ഞാൻ ദേഷ്യപ്പെട്ട് കൈ തട്ടി മാറ്റി അകത്ത് കയറി എൻ്റെ കുട്ടിയെ കാണണമെന്ന് ശ്രമിച്ചപ്പം എൻ്റെ കുഞ്ഞ് പറയുന്നേതാ, ഞങ്ങളോട് സമ്മതിക്കാനാണ് പറയുന്നത്. എന്തോ കുറ്റം സാറേ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവർ തന്നെ പറയുന്നു, മിണ്ടാതിരിക്കും കുട്ടികളോട് പറയാം, മിണ്ടരുതെന്ന്. അപ്പോൾ കുട്ടികൾ പറയുന്നത്, അമ്മേ ഇതേപോലെ നമ്മുടെ മാങ്കോട് സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ഞങ്ങൾ ഇത്രയും പേര് കൂടി പീഡിപ്പിച്ചു. അത് നിങ്ങൾ സമ്മതിച്ചാൽ നിങ്ങളെ വെറുതെ വിടാം, ഇല്ലെങ്കിൽ നിങ്ങളെ വെറുതെ വിടത്തില്ല. നിങ്ങൾ സമ്മതിക്കുന്ന ഈ പോലീസുകാർ സമ്മതിപ്പിക്കാനും കൂടെ ശ്രമിക്കും അവിടെ ഉണ്ടായത്. അല്ലെങ്കിൽ ഒരു കേസ് കിട്ടുമ്പോൾ അതിന് FIR ഇടുന്നതിന് മുമ്പ് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഈ 6 കുട്ടികളെ കിട്ടിയപ്പോൾ തന്നെ അവർ FIR 2 എണ്ണം, 1 അല്ല 2 FIR. അവർക്ക് എന്ത് ധൃതിയാ! ഇപ്പം ലക്ഷക്കണക്കിന് കേസുകൾ തെളിയിക്കാതെ കൂടുതൽ പോലീസ് സ്റ്റേഷനിലുണ്ട്, ഒരുപാട് കേസുകൾ. അതൊന്നും തിരക്കുകയോ പിടിക്കുകയോ ചെയ്യാതെ ഇവർ ഈ പ്രായപൂർത്തിയാകാത്തൊരു കുട്ടി ഒരു മൊഴി കൊടുത്തു. അതിന്റെ പേരിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ, ഇപ്പം നമ്മൾ ആൺമക്കളെ വളർത്തണ്ടേ? നമ്മൾ അന്നു കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് നമ്മുടെ മക്കളെ വളർത്തുക. നമ്മൾ അതേ രീതി ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി വളർത്തുന്ന കുട്ടികളാണ്. അപ്പം അതൊന്നും നോക്കാതെ ഈ കുട്ടികളെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാനാ ചെയ്യുന്നത്. നിങ്ങൾ സമ്മതിച്ചാൽ നിങ്ങളെ വിടാം എന്നാ പറയുന്നത്.